ത്യാഗത്തിന്റെ സന്ദേശം പകർന്നെത്തിയ ബലിപെരുന്നാളിനെ ഹൃദയം കൊണ്ട് വരവേറ്റ് ഗൾഫ്. പുലർച്ചെ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്ത വിശ്വാസികൾ സൗഹൃദം പുതുക്കുകയും മാലിംഗനം ചെയ്തുമാണ് തിരിച്ചുപോയത്. ഒമാനടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് ബലിപെരുന്നാൾ. UAE-യിൽ പുലർച്ചെ 5:41 മുതലായിരുന്നു പെരുന്നാൾ നമസ്കാരങ്ങൾ. മസ്ജിദുകൾക്ക് പുറമെ ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകൾ നടന്നു. മലയാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹുകൾ പ്രവാസികളുടെ സൗഹൃദ സംഗമങ്ങൾ കൂടിയായി. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലായിരുന്നു മലയാളി ഈദ്ഗാഹുകൾ. ദുബായ് അൽഖൂസ് അൽമനാർ സെന്റർ ഗ്രൗണ്ടിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മൗലവി അബ്ദുസലാം മോങ്ങം നേതൃത്വം നൽകി. ഖിസൈസ് വുഡ്ലം പാർക്ക് സ്കൂളിലെ ഈദ്ഗാഹിന് സാജിദ് ബിൻ ഷെരീഫ് നേതൃത്വം നൽകി. ഷാർജ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഹുസൈൻ സലഫിയുടെ നേതൃത്വത്തിലായിരുന്നു ഈദ്ഗാഹ് നമസ്കാരം. അജ്മാനിലെ അൽ ജറഫ് ഹാബിറ്റാറ്റ് സ്കൂൾ അങ്കണത്തിൽ നടന്ന നമസ്കാരത്തിന് മുഹമ്മദ് ഇസ്ഹാഖ് നദ്വി നേതൃത്വം നൽകി. സഹിഷ്ണുതയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഇമാമുമാർ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ആഘോഷങ്ങൾ അത് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ഈ ആഘോഷത്തിൻ്റെയും പ്രത്യേകത അതാണ്. മനുഷ്യ സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദം പുലരാൻ വേണ്ടി ഏതറ്റവും വരെ പോകണമെന്നതാണ് സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം. അതാണ്. ഖത്തറിൽ 710 ഇടങ്ങളിലാണ് പ്രാർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കിയിരുന്നത്. ലോകകപ്പ് വേദിയായ ലുസൈൽ സ്റ്റേഡിയത്തിലും നമസ്കാരം നടന്നു. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ലുസൈലിലെ ഈദ്ഗാഹിൽ പ്രാർത്ഥന നിർവഹിച്ചു. നിരവധി മലയാളി ഈദ്ഗാഹുകൾക്ക് ഒമാനും വേദിയായി. മസ്കത്തിലെ അമീറാത്തിൽ നടന്ന ഈദ്ഗാഹിന് സദറുദ്ദീൻ വാഴക്കാട് നേതൃത്വം നൽകി. നിസ്വയിലെ സുൽത്താൻ ഖാബൂസ് മസ്ജിദിലാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് വന്ന മനുഷ്യരും ഒരു വ്യത്യാസവുമില്ലാതെ അവിടെ ഒരുമിക്കുന്നു. ഈ വിവേചനങ്ങളില്ലാതെ, ഭിന്നതകളില്ലാതെ മനുഷ്യർക്ക് ഒരുമിക്കാൻ കഴിയുക, എല്ലാവരും എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് പറയാൻ കഴിയുക, ഇതിനപ്പുറത്ത് എന്താണ് നമുക്ക് വേണ്ടത്? ഈ മാനവ സാഹോദര്യമാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാ രാഷ്ട്രങ്ങളും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ബലിയറുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ഇന്ന് രാത്രി ആഘോഷ പരിപാടികളും അരങ്ങേറും. മീഡിയ 1, ദുബായ്.